അതായത് പറയട്ടെ, നീ ഓപ്പൺ ആയിട്ട് വന്നോ. ഇവളുടെ വയറ് കണ്ട് നീ പറഞ്ഞില്ലേ നേവല് കാണുന്ന മാറ്റിക്കോ. ഇവള് പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ നേവല് കാണുമ്പോൾ ഞാൻ കുഴപ്പമില്ല ടാസ്കിൽ നമ്മൾ ഇനി പോയിട്ട് നോക്കണ്ട എന്നുള്ളതിൽ ഞാൻ വിട്ട്. എന്നിട്ട് ആര്യൻ ഇവള് പറഞ്ഞില്ല കൈപിടിക്കുന്ന ടാസ്കിൽ ലാസ്റ്റ് ഇവളുടെ വയറ്റിലോട്ട് നോക്കി കയറും. എന്നിട്ട് ഇവള് നോക്കും സൈഡ്. അപ്പൊ എനിക്ക് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് താഴ്ത്തി. എന്റെ പൊന്നുമക്കളെ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ നടന്നിരുന്ന ആരും വയറിലൊക്കെ നോക്കിയിരുന്ന വല്ലാത്ത സംഭവം തന്നെയാണ് കേട്ടോ. ടാസ്കിനിടയിൽ ആര്യൻ ടാസ്കിനേക്കാൾ കൂടുതൽ വയറ് നോക്കാനായിരുന്നു അത്രേ ശ്രമം നടത്തിയത് എന്നുള്ളതാണ്. ഞാൻ രണ്ടാമതൊരു കാര്യം പറയട്ടെ. ഒന്നാമത് നോക്കിയല്ലോ, രണ്ടാമത് കണ്ടതുകൊണ്ടാണല്ലോ നോക്കിയത്. വീണ്ടും പോയാ. അതായത് ഇപ്പൊ ഈ പറയുന്ന ആദിലയുടെ നൂറയുടെ ഒക്കെ വസ്ത്രധാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ. അവിടെ പ്രൈവസി ഉണ്ടെന്ന് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് അവരവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ 24/7 അത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും 24/7 കാണുന്ന പല ആളുകളും അത് വ്യക്തമായിട്ട് തന്നെ പറയാറുള്ളതും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പല നേവൽ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ പലരുടെയും ഇവര് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആദിലെ തന്നെ ഒരു മല പോലത്തെ ഒരു ട്രൗസർ ഒക്കെ ഇട്ട് നടന്നിരുന്ന ഒരു ടൈമിൽ, എന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് അത് ഉള്ളിലേക്ക് വലിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനത്തെ കിട്ടുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ കൈ പൊക്കിയപ്പോ വയറ് കണ്ടത്രേ. ഈ വയറ് കാണിച്ചാൽ കുഴപ്പമില്ല, മറ്റുള്ള ആളുകൾ കാണുമ്പോൾ അത് നോക്കുമ്പോഴാണ് കുഴപ്പമെന്നാണ് അവർ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ എപ്പിസോഡിലാണെന്നുണ്ടെങ്കിൽ 24/7 പലരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ബോധറാവുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും എന്റെ പൊന്നെ ആദിലയുടെ ഒരു കെയറിംഗ് ചേട്ടായി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അല്ല മോള് എൻജോയ് ചെയ്തോ ചിരിയുടെ കാര്യം? അങ്ങനെ സംസാരിക്കാം, വൃത്തിയോട് സംസാരിക്കാം. മോളെ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും ബിഗ് ബോസിന്റെ അകത്ത് ഇടുന്ന വസ്ത്രങ്ങള് മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടി ഇടുന്നത് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, മറ്റുള്ള ആളുകൾക്ക് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിക്കും, മറ്റാളുകൾ കാണണം, അതിനാണ് ഇടുന്നത്. അതിൽ ചിലപ്പോൾ ട്രൗസർ ഇടുന്നവരുണ്ടാവും, വയറ് കാണിച്ചിടുന്ന സംഭവങ്ങൾ ഉണ്ടാവും. വേറൊരാൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രം അത് പ്രശ്നമാകുമ്പോ എന്ത് പറയാനാണ് ഞാൻ? അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ആളുകൾ നോക്കുന്നത് എന്നുള്ളതാണ്. ആര്യനെന്തായാലും ഞാനിവിടെ ന്യായീകരിക്കില്ല കേട്ടോ. ആര്യൻ എന്ന കോഴി ഒരിക്കലും ന്യായീകരിക്കാൻ തയ്യാറല്ല. അത് വായ കൊണ്ടോ നാക്കുകൊണ്ടോ എന്തൊക്കെ കാണിച്ചു കൂട്ടി അത്ര അവൻ. തുടർന്ന് ചേട്ടായിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നിനക്ക് കേട്ടിട്ട് ചിരി തോന്നുന്നുണ്ട്. നിനക്ക് വന്നാലും നീ ചിരിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ട് അവന് ചാൻസ് കൊടുത്തിട്ടില്ലേ? കൊടുക്കൂലേ? അപ്പൊ കാരണം അടിച്ചു പൊട്ടിക്കൂലേ? തൊട്ടാ കൊടുക്കും ചിലപ്പോൾ മോശമായിട്ടുള്ള. തൊട്ടിട്ടില്ല. നീ കംപ്ലൈന്റ് റേസ് ചെയ്യൂല? കാരണം അടിച്ചു പൊട്ടിക്ക് അതൊക്കെ എങ്ങനെയാണ് കാരണമൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറ്റുക? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പല സംഭവങ്ങളിലും ജെൻഡർ കാർഡ് ഇറക്കുന്നത് ഞാൻ കാണുന്നു. പല രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, മറ്റുള്ള ആളുകൾ നോക്കുമ്പോൾ അത് വേറെ കാര്യങ്ങളാകുന്നു. മുഖമടിച്ച് പൊട്ടിക്കില്ലേ, കംപ്ലൈന്റ് റേസ് ചെയ്യില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനെന്ത് പറയാനാണ്? ലക്ഷോപലക്ഷങ്ങളായിട്ടുള്ള പല ആളുകളും പലതും കാണുന്നു ബിഗ് ബോസിനകത്തുനിന്ന് പുറത്തുനിന്ന്. ബിഗ് ബോസിന്റെ അകത്തുള്ളത് പുറത്തു നിന്നുകൊണ്ട്, ലൈവിലാണെങ്കിലും അത് എപ്പിസോഡിലാണെങ്കിലും ഇതൊന്നും ഇവരെ അറിയുന്നില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ആരിന്റെ കരണം പിടിച്ച് പൊട്ടിക്കണം എന്നായിരുന്നു പ്ലാന്, നടന്നില്ല. ഞാൻ ഇപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ചിരിക്കണ്ട പറ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചെയ്ത്, അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് എന്തായാലും ചെയ്യുന്നത് അങ്ങനെ വെച്ചു. അപ്പൊ പറഞ്ഞേ സോറി മോളെ അങ്ങോട്ടാ പോകുന്നത്? മോളെങ്കി വാ, ഫുള്ള് പറയട്ടെ. അല്ല നീ കേക്ക്, ഞാൻ കേട്ട് രസിച്ചതാ, നീ കേക്ക്. എനിക്ക് ആ പോക്കണ്ടപ്പോ ചിരിയാണ് വന്നത്. ഞാൻ കാര്യമായിട്ട് പറയാണ്, ഇവിടെ നൂറ എന്ന് പറയുന്ന വ്യക്തി ലെസ്ബിയൻ അല്ല എന്നവളുടെ ഇന്റർവ്യൂകളിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഒരു ആണിനോട് എനിക്ക് താല്പര്യം തോന്നാതിരിക്കായൊന്നുമില്ല, അങ്ങനെ ഒരു ഇത് ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചാൽ ചിലപ്പോൾ നടന്നേക്കാം. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇന്റർവ്യൂവിൽ ഇവർ പറഞ്ഞതാണ്. ഇവിടെ ലെസ്ബിയൻ ആണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തി ആദ്യം ആയിരുന്നു, ഇപ്പോൾ അതല്ല, ഇവിടെ മാറി. ഇപ്പൊ ലാസ്റ്റ് വന്ന സംസാരത്തിലേക്ക് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലെസ്ബിയൻ ആണ് എന്നോ ഇതാണോ എന്നാ എവിടെയാ പറഞ്ഞിട്ടുള്ളത്? എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹം തോന്നി, നിങ്ങൾക്ക് പെണ്ണിനോട് തോന്നും, ചിലപ്പോൾ നിങ്ങൾക്ക് ആണിനോട് തോന്നാം, അത്രയേ ഉള്ളൂ. ഇതൊരു ലെസ്ബിയൻ ആയിട്ട് കാണണ്ട എന്നും ഞാനൊരു ലെസ്ബിയൻ അല്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ. പക്ഷേ ഇവിടെ കൃത്യമായി ആദിലയുടെ കരങ്ങൾക്കകത്താണ് നൂറ കിടക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണാനും മനസ്സിലാക്കാനും ഇതൊക്കെ മതി. അവിടെ ഒരു മെയിൽ ആണെങ്ങനെയാണ് പ്രതികരിക്കുക, ഒരു വർക്കൗട്ട് ആവുമല്ലോ, മൈൻഡ് ഇങ്ങനെയാണല്ലോ, അത് കൃത്യമായിട്ട് ആദിലയിലുണ്ട്. നൂറയെ അവൻ നോക്കിയപ്പോ, നൂറയെ അവൻ സംസാരിച്ചപ്പോ, നൂറയോട് മറ്റുള്ള ആളുകൾ സംസാരിക്കുമ്പോ ആദിലയുടെ സ്വഭാവം മാറുന്നു. നീ അവനെ നോക്കി, അവനെ തൊട്ടെ മുഖമടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയുന്ന ഈ ആദില തന്നെയാണ് മെയിൽ ഡൊമൈനായിട്ട് നിൽക്കുന്നത്. എന്തായാലും എനിക്ക് കണ്ടപ്പോ അതിന്റെ ചിരിയാ വന്നത്. തുടർന്ന് കാണാം, അതൊരു പോക്ക. ആ ബേബി വിളി കണ്ടില്ലേ? ഓ, ബോൾ അറിയുന്നുണ്ട്, അതിനിടെ കൂടെ എന്താണ് ഈ സാധനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് അൺകംഫർട്ടബിൾ ഇവിടെ. അപ്പൊ എനിക്ക് അൺകംഫർട്ടബിൾ ആയപ്പോ ഞാൻ താത്തി, അത്രേ ഉള്ളൂ. ഇന്ന് ഈ ഡബിൾ മീനിങ് അടിച്ചില്ലേ, അതിന് ശേഷം അവിടെ പോയി ഇരുന്നപ്പോഴാണ് എനിക്കിത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത്, ഓർമ്മ വരുന്നത്.
അപ്പോഴാണ് ഞാൻ ഇവളോട് ഇത് പറയുന്നത്. നിങ്ങൾ രാത്രി ഇന്നലെ പറഞ്ഞില്ലേ കാര്യം? ഞാൻ മറന്നുപോയി, ഓർത്തില്ല. ക്ഷീണവും കാലുവേദനയും കൈവേദനയൊക്കെ വരാൻ കഴിയുന്നത് അത് പറഞ്ഞിട്ട് ശേഷമാണ് നീ പറയണേ. ദേഷ്യം വന്നു. യൗവനത്തിന്റെ നിർവൃതിയിൽ നിൽക്കുമ്പോ ഏത് മനുഷ്യനായാലും അങ്ങനെയൊക്കെ ചെയ്തു പോകില്ലേ എന്റെ കുഞ്ഞു കുട്ടികളെ? എനിക്കതേ പറയാനുള്ളൂ. നിങ്ങളുടെ അനുജനെ പോലെ കണ്ടു എന്നല്ലേ പറയുന്നത്. പക്ഷെ അവന്റെ ആ ഒരു യൗവന കൗമാര പ്രായത്തിൽ അവനുണ്ടാകുന്ന കുറച്ച് ജൽപ്പനങ്ങളും കൽപ്പനങ്ങളും കുൽസിതങ്ങളൊക്കെയാണത്. അതിന് കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഊള പരിപാടിയാണ് അവൻ ചെയ്ത് എന്ന് പറയാം. നേരെ വെച്ചാൽ അവന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അവന്റെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കും അതിനെന്താ കാണിച്ചിട്ടുള്ള ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. രണ്ട് ടീമായിട്ട് നിൽക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്? അത്തരം ഒരു ടാസ്ക് വരുമ്പോ സ്വാഭാവികമായും വയറ് കാണാനുള്ള സാധ്യതയുണ്ട്. നമുക്കത് മറ്റുള്ള ആളുകൾ കാണുമെന്ന് തോന്നുകയാണെങ്കിൽ മറച്ചു വെച്ചിട്ട് ചെയ്തുകൂടെ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ പറയാന്. നീ കാണിക്കുന്നില്ല ഇവിടെ നടന്ന സംഭവം ഇങ്ങനെ കാണിച്ചതും നോക്കി ഇതൊക്കെ അതല്ല എന്റെ പ്രശ്നം. ഇവള് റിയാക്ട് ചെയ്ത രീതിയാണ് എന്റെ പ്രശ്നം. അവനല്ല എന്റെ പ്രശ്നം. ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരു കാര്യത്തിനോട് ഇതിലൂടെ ഗോത്രൂ ചെയ്ത് ഞാൻ എന്തിലാണ് എന്നും കൂടെ ആലോചിച്ചു. ഞാൻ ഒരു ടാസ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അനാവശ്യ കാര്യങ്ങൾ ഇവള് റിയാക്ട് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടില്ല എന്ന്, അവനോട് എനിക്ക് വിഷമമില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞ ശരിയാണ്. നൂറയ്ക്ക് അവിടെ ഒരു പർദ്ദ ഇട്ടിട്ടൊക്കെ മത്സരത്തിൽ ഇറങ്ങിയായിരുന്നു നല്ലത് അല്ലെ? അങ്ങനെയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഇവര് ഇത്രയും നാൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ട്രൗസർ ഒന്നും ധരിക്കാറ് പോലും ഇല്ല, വയറൊന്നും കാണിച്ചിട്ട് പോലും ഇല്ല. സ്വാഭാവികമായിട്ട് നൂറ ചെയ്തത് വലിയ തെറ്റാണ്. ആരും ചെയ്തതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അതില് പറയുന്നത്. നീ അത് വിട്ട് കളയേണ്ട കാര്യമാണ്. ഇതൊന്നും വലിയ പ്രശ്നമല്ല. അവൻ അവളെ മേൽത്തുടയോ അല്ലെങ്കിൽ വേറെ രീതിയിൽ നോക്കി അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല. ഇങ്ങനെയൊക്കെ അവന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നും വെച്ച് അവൾ തിരിച്ചങ്ങനെ കാണിക്കണമെന്നില്ല. അവൾക്കും അവന്റെ ക്യാരക്ടറാണ്. നിങ്ങൾ തന്നെ പറയാറുണ്ട് അവളുടെ ഏറ്റവും ചെറുതിനെ പോലെയാണ് അവൻ ഉള്ളതെന്ന്. ആയിരുന്നു ഇത് ഞാൻ അറിയുന്നതിന് മുന്നേ വരെ. സത്യത്തിൽ നീ നൂറയെ ആണോ കുറ്റം പറയുന്നത്? അത് ആരിനെയാണോ കുറ്റം? മനസ്സിലാവുന്നില്ല. രണ്ടിന്റെ ഇടയിൽ നിന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്. ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മെയിൽ ഡൊമൈൻ എന്ന രീതിയിൽ മുകളിൽ നിൽക്കുന്നത് എപ്പോഴും ഈ പറയുന്ന ആതിര തന്നെയാണ്. തുടക്കം മുതൽ ഇത് ഇതുവരെയുള്ള നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും എന്നുള്ളതാണ്. ഇവിടെ നൂറ പല ആളുകളോടും ഇടപഴകുന്ന സമയത്ത് ആതിരയുടെ മുഖത്ത് ഭയങ്കരമായിട്ട് ജലസും ദേഷ്യവും ഒക്കെ പ്രകടിപ്പാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നീ അവളെ ഒന്ന് തൊട്ടു നോക്കടാ, അങ്ങനെയാടാ ഇങ്ങനെയാടാ എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെ ഒരു മെയിൽ ഡൊമൈൻ ഒരു സാധനം തന്നെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പക്ഷെ നൂറ അങ്ങനെയല്ല. നൂറ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നാള് നമ്മൾ കണ്ട ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് നൂറ ഡിഫറെന്റ് ആണ്. നൂറയ്ക്ക് വേണമെങ്കിൽ ഭാവിയിൽ മറ്റൊരു ആളോട് വിവാഹം കഴിക്കാനും സ്നേഹം തോന്നാനും പ്രേമം തോന്നാനും സാധ്യത കാണുന്നുണ്ട്. രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ രണ്ടും ഡിഫറെന്റ് ആണെന്ന് ഇവര് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ആകും അതിനൊരു മാറ്റം വരിക. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാള് ആരും ആയിക്കോട്ടെ അങ്ങനെ കാണിച്ച് അതിന് മര്യാദക്ക് റെസ്പോണ്ട് ചെയ്ത് ടാസ്കിനിടയിലാണ് ടാസ്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സംസാരിക്കും അത് അങ്ങോട്ട് ഒരു കാര്യം പറയുമ്പോൾ ചിരിക്കുന്ന ആ ലാഘവത്തിലുണ്ടെല്ലാം സത്യത്തിൽ മക്കളെ ഇത് ഒരു നടക്ക് പോകുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. ഇതിന്റെ ഇടയിൽ അനിമോൾ എന്തിനാ പോയിട്ട് ബേബി ബേബി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉള്ള വില മൊത്തം കളയല എന്റെ പൊന്നനിമോളെ. ഞാൻ കാര്യമായിട്ട് പറയാണ്. അവരായി അവരെ പാടായി. ആരും നോക്കിയത് വലിയൊരു വിഷയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. പക്ഷെ അത് നൂറക്കൊരു നോർമൽ വിഷയമാണ്. നൂറ അത് ഒഴിവാക്കിയിരിക്കുന്നത്. അതിലൊക്കെയാണ് പ്രശ്നം. കാരണം ആര്യനും നൂറയും തമ്മിൽ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. പല വീഡിയോസും പല ഇത് കണ്ടതൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു ഭയങ്കര കമ്പനിയാണ്. അത് പലപ്പോഴായിട്ട് അതിലേക്ക് ഇഷ്ടപ്പെടാത്തതുപോലെ മുഖത്തൊക്കെ ഇങ്ങനെ ഓരോ ഭാവമാറ്റങ്ങൾ കാണുന്നുണ്ട്. കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവില്ല എല്ലാവർക്കും. നീ അവൾക്ക് ഇങ്ങനത്തെ രീതിയിൽ നീ റിയാക്ട് ചെയ്താൽ അവളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവളുടെ ഓഫീസിലാണെങ്കിലും അവൾ നീ പുറത്തെവിടെയെങ്കിലും പോയാലും ആണുങ്ങൾ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്ത് തോന്നുന്നു ഈ ഒരു ദേശത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും പറയില്ല. ഇനി അവൻ എന്തെങ്കിലും ചെയ്യണം നീ അപ്പം തന്നെ കൊടുത്തോളൂ. നീ എന്തൊരു കാര്യം ഒരാൾക്ക് വേണ്ടി ഒട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഞാൻ നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്തത്. ഓക്കെ, അപ്പൊ എനിക്ക് ഞാൻ നല്ല രീതിക്കാണ് ഹാൻഡിൽ ചെയ്തത്. എനിക്ക് നല്ല ബോധ്യം. ഇനി അങ്ങനെ വന്നാൽ എനിക്ക് അറിയുന്ന രീതിക്ക് മനസ്സിലായോ? നിർത്തിക്കോ ഈ കൈൻഡ് ഓഫ് സ്പീക്കിംഗ് നിർത്തിക്കോ. ഇതാണ് പുറത്തേക്ക് ബാഡ് ആയിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ആക്കുന്നത്. അത് നിർത്തിക്കോ. നിർത്തിക്കോ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, ജനങ്ങളുടെ അഭിപ്രായങ്ങളും പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇവരിപ്പോ പ്രധാനമായിട്ട് പറഞ്ഞ കാര്യത്തിൽ വയറ് കണ്ടു അവൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. നൂറ് അതിനെ നോർമലായിട്ട് സപ്പോർട്ട് ചെയ്തത് പോലെ തോന്നി എന്ന് ആദില പറയുന്നു അല്ലെ. നൂറയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. നൂറ എന്ത് വസ്ത്രം ധരിക്കണമെന്നും ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത്. ആദിലക്ക് ആദിലുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഇവർ രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലെ. ഇത് എന്റെ പാർട്ണറാണെന്ന് കരുതിക്കൊണ്ട് തലയിൽ കയറി നിരങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതിനി ഏത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലും അങ്ങനെ തന്നെയാണ്. എന്റെ ഭാര്യയാണെന്ന് കരുതിക്കൊണ്ട് അവളെ തലയിൽ കയറി നിരങ്ങാനൊന്നും പറ്റില്ല.
അവർക്ക് വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇവിടെ നൂറയുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലേക്ക് ആദില കയറി വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പലപ്പോഴും ചിലപ്പോ നൂറ് ഇതിൽ നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ആദിലയുടെ ഈ ഒരു ഷാഠ്യ സ്വഭാവം കാരണം അതിന് സാധിക്കാതെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ബിഗ് ബോസിൽ എത്തിയത് കൊണ്ട് അവർക്ക് രണ്ടുപേരുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ഇവരുടെ പൊറോട്ട് നാടകങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. ഇത്തരം ലൈഫുകളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നും എല്ലാ ഇടങ്ങളിലും ഒരു ജലസും ഒരു ഇതൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും ഉണ്ടാവും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. മനസ്സിലായില്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ട് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇതൊന്നല്ല ജീവിതം. നിങ്ങളുടെ ലൈഫ് കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് എന്നുള്ളത്. ഓക്കെ, ഇനി ആ പാലിക്കുപ്പി പ്രശ്നമല്ലേ, അതും കൂടി ഒന്ന് കാണാം നമുക്ക്. ഇല്ല, കുറച്ച് വെള്ളം ചൂടാക്കി പാലും കുപ്പിയാണ്, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാൻ. പാലുണ്ടോ തരാൻ? പാലുണ്ടോ തരാൻ? പശുവിനെ തന്നാൽ പാൽ തരാം. മതി, പശു വേണ്ടല്ലോ പാലിന്, അവിടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ. ഫ്രിഡ്ജിൽ നീ വെച്ചിട്ടുണ്ടോ പാല്? വൃത്തിക്ക് പറ, അവിടെ നിന്ന് എങ്ങനെ ഞങ്ങള് വരുന്ന പാല്? അതിന് പാല് വേണ്ട? എവിടെ പാലുണ്ടല്ലോ അവിടെ. എവിടാ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൂത്തൊക്കെ ഇട്ട് ചങ്കൂറ്റത്തോട് അടർക്കാം. നീ പേടി ഇറക്കല്ലേ? മൂത്തുക്ക് പറയാൻ പേടിയാണ്. നിനക്ക് എന്താ വേണ്ടത്? നീല പറഞ്ഞത് പശുവിന്റെ അടുത്തില്ല. ഞാൻ പാൽ കൂടുന്നുണ്ടേ. നീ കൂടുന്നില്ല. പാലോടി പ്രായം മാറിയിട്ടില്ല, അതിന് മുന്നേ ഇങ്ങോട്ട് കൊണ്ടുപോകില്ല. സ്ത്രീകളെ ബഹുമാനിക്കാൻ അമ്മ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചെറുക്കൻ പശുവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ മമ്മിജി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. എന്തായാലും ഇതാണ് ഇവന്റെ സ്വഭാവം, ഇവന്റെ കുൽസിത സ്വഭാവം, ഇവന്റെ വൃത്തികെട്ട ഒരുപാട് പൊറോട്ട് നാടകങ്ങൾ, ഗെയിമിനകത്ത് കാണിക്കുന്ന കൂതറത്തരങ്ങള്, ഫിസിക്കൽ അസോൾട്ടുകൾ, ഇതൊക്കെ ബിഗ് ലൂസ് എന്ന് പറയുന്ന പരിപാടിയിൽ അവർ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ആര്യ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് അവസാനം കയറൂരി വിട്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് അതൊരു സന്ദീപ് സൈനിങ് ഓഫ്.